നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് മസാല, നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഫിഷ് മസാല. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത ഫിഷ് 2 പൗണ്ട്. ഞാനിന്നിവിടെ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഫിഷ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ദശക്കട്ടിയുള്ള ഫിഷാണ് ഇതിന് നല്ലത്. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 കപ്പ്, സവോള വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് 2 കപ്പ്, ഇഞ്ചി വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, പച്ചമുളക് 2 പിളർന്നത് 3 വെള്ളം 1/2 കപ്പ്, കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ്, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ക്ലീൻ ചെയ്ത ഫിഷിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കുരുമുളക് പൊടിയിൽ നിന്ന് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പ്, എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ മസാല നന്നായിട്ട് ഫിഷിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനി അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു സ്കില്ലറ്റിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഓരോന്നായി ഇതുപോലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടെ ഈ ഫിഷ് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. ഈ ഫിഷ് ഒരുപാട് മൊരിഞ്ഞു പോകരുത്. ഒരു 1/4 ഫ്രൈ ആയി കഴിയുമ്പോൾ കോരി മാറ്റി വയ്ക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫിഷും ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫിഷ് മസാലയ്ക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിൽ നമ്മൾ ഫിഷ് വറുത്ത് ബാക്കി വന്ന എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. സവോള ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. ഉള്ളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ
കുറച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉലുവാപ്പൊടി, കാശ്മീരി മുളക് പൊടി എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലപ്പൊടികൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പൊടികളുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മസാലപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ടൊമാറ്റോ ശരിക്കും വെന്തലിഞ്ഞ് ചേരണം. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് വെന്തലിഞ്ഞ് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് തിളച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് മിക്സ് ചെയ്യുക. മീൻ കഷ്ണങ്ങൾ പൊടിയാതെ വളരെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യുവാൻ. ഫിഷിൽ ഈ മസാലയെല്ലാം നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം കുക്ക് ചെയ്യുക. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇതുപോലൊന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകുകയില്ല. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി അപ്പം, ചപ്പാത്തി, ബ്രെഡ്, പൊറോട്ട, റൈസ് എന്നിവയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ അടിപൊളി ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. Bye bye.